2026 ഏറ്റവും ട്രെൻഡിംഗ് ആയ കൊറിയൻ ഡ്രാമ പെർഫെക്റ്റ് ക്രൗൺ. 21ാം നൂറ്റാണ്ടിലെ സൗത്ത് കൊറിയ. ഇവിടെ മോഡേൺ ഡേ ഗവൺമെന്റിനൊപ്പം രാജവംശവും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. മുൻപുണ്ടായിരുന്ന രാജാവ് അപ്രതീക്ഷിതമായി കൊട്ടാരത്തിലുണ്ടായ ഒരു തീപിടുത്തത്തിൽ മരണപ്പെട്ടതോടെ ഇപ്പോൾ വെറും 8 വയസ്സ് മാത്രമുള്ള മകനാണ് പുതിയ രാജാവായത്. രാജാവ് ഇപ്പോഴും കുട്ടിയായതുകൊണ്ട് രാജ്യത്തിന്റെ ഭൂരിഭാഗം ഉത്തരവാദിത്വങ്ങളും നമ്മുടെ കുട്ടി രാജാവിന്റെ അമ്മാവനും ഗ്രാൻഡ് പ്രിൻസുമായ ഇയാനാണ് കൈകാര്യം ചെയ്യുന്നത്. ഇയാൻ റീജന്റ് ആണ്, അതായത് രാജാവ് ഒരാളുണ്ടെങ്കിലും രാജാവിന്റെ സ്ഥാനത്ത് ഭരണം നടത്തുന്നത് ഇയാനാണ്. ഇപ്പോഴുള്ള രാജാവ് ഭരണം ഏറ്റെടുക്കാനായിട്ട് പ്രാപ്തനാവുന്നത് വരെ. ജനങ്ങൾക്കും മന്ത്രിമാർക്കും ഇയാനോട് വലിയ കാര്യമായിരുന്നു. പക്ഷെ അതുകൊണ്ട് തന്നെ ക്വീൻ മദറിന് ഇയാനെ തീരെ ഇഷ്ടമല്ലായിരുന്നു. അവരുടെ മകന്റെ സ്ഥാനം ഇയാൻ തട്ടിയെടുക്കുമെന്ന് ക്വീൻ മദറിന് എപ്പോഴും പേടിയായിരുന്നു. അവിടുത്തെ ഏറ്റവും വലിയൊരു കമ്പനിയാണ് കാസിൽ ഗ്രൂപ്പ്. ഒരു വലിയ ബിസിനസ് ഗ്രൂപ്പ് ചെയർമാന്റെ മകളാണെങ്കിലും അവിഹിത സന്തതി എന്ന വിളിപ്പേരുമായിട്ടാണ് ഹീജു വളർന്നത്. എന്തു ചെയ്താലും എല്ലാത്തിലും ടോപ്പർ ആയിരുന്നിട്ടും വീട്ടിൽ അച്ഛൻ എപ്പോഴും അവളെ അവഗണിച്ചു. മൂത്ത മോനെ മാത്രമായിരുന്നു അയാൾ കൺസിഡർ ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ലോകത്തിനു മുന്നിൽ താൻ എന്താണെന്ന് തെളിയിക്കാൻ അവൾക്ക് വലിയ വാശിയായിരുന്നു. ഹീജു കാസിൽ ഗ്രൂപ്പിന്റെ ബ്യൂട്ടി ബ്രാൻഡിന്റെ സിഇഒ ആയിരുന്നു. മീഡിയ അറ്റൻഷൻ എങ്ങനെ ഉപയോഗിക്കണമെന്ന് അവൾക്ക് നന്നായി അറിയായിരുന്നു. കോൺട്രവേഴ്സി പോലും സ്വന്തം പ്രൊമോഷനായി മാറ്റാൻ കഴിയുന്ന തരത്തിൽ സ്മാർട്ടായിരുന്നു അവള്. ഒരു ദിവസം രാജാവിന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ കൊട്ടാരത്തിൽ വലിയ ചടങ്ങായിട്ട് നടക്കുന്നുണ്ടായിരുന്നു. കാസിൽ ഗ്രൂപ്പ് രാജ്യത്തിലെ ഏറ്റവും പവർഫുൾ ബിസിനസ് ഫാമിലീസിൽ ഒന്നായതുകൊണ്ട് ഹീജുവിനും ആ ഫംഗ്ഷനിലേക്ക് ഇൻവിറ്റേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. രാജകുടുംബം സംഘടിപ്പിച്ച ആ ചടങ്ങിൽ വലിയ ബിസിനസ് ലീഡേഴ്സ്, പൊളിറ്റീഷ്യൻസ്, സെലിബ്രിറ്റീസ് അവരൊക്കെ മാത്രമാണ് പങ്കെടുക്കുന്നത്. ഫംഗ്ഷന്റെ ഇടയ്ക്ക് പെട്ടെന്ന് കൊട്ടാരത്തിൽ തീ പിടിച്ചു. എല്ലാവരും ഒന്ന് പേടിക്കുന്നുണ്ട്. ആർക്കും അപകടമൊന്നും സംഭവിക്കുന്നില്ലെങ്കിലും ക്വീൻ മദർ ഇത് കണ്ട് ഉടനെ തീ പിടിക്കാൻ കാരണം ഇയാനാണെന്ന് പറഞ്ഞ വിഷയം ഉണ്ടാക്കുന്നുണ്ട്. ഇയാന്റെ മുഖത്ത് അടിക്ക വരെ ചെയ്തു. ഈ സംഭവത്തിനിടയിലാണ് ഹീജുവും ഇയാനും വീണ്ടും തമ്മിൽ കാണുന്നത്. രണ്ടുപേരും മുൻപ് റോയൽ അക്കാഡമിയിൽ ഒരുമിച്ച് പഠിച്ചവരായിരുന്നു. അന്നു മുതൽ തന്നെ ഹീജുവിന്റെ പിടിവാശിയും നിയമങ്ങൾ ലംഘിക്കുന്ന സ്വഭാവവും ഇയാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ഹീജുവിന്റെ വീട്ടില് അവളെ ഒരു അറേഞ്ച്ഡ് മാരേജിലേക്ക് തള്ളിവിടാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അവൾക്ക് ഒപ്പത്തിനൊപ്പം നിൽക്കാൻ കഴിയുന്ന ഒരാളെയാണ് വിവാഹം കഴിക്കേണ്ടതെന്ന് അവൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് അവളുടെ ശ്രദ്ധ ഗ്രാൻഡ് പ്രിൻസ് ഇയാന്റെ ഭാഗത്തേക്ക് തിരിയുന്നത്. അധികാരവും ബഹുമാനവും ജനപ്രീതിയും ഒരുപോലെയുള്ളയാൾ അത് ഇയാൻ തന്നെയാണ്. ഒരുപാട് ആലോചിച്ചതിനു ശേഷം ഹീജു നേരിട്ട് ഇയാനെ കണ്ട് ഒരു കോൺട്രാക്ട് മാരേജ് പ്രൊപ്പോസൽ വെച്ചു. ഹീജുവിന്റെ പ്രൊപ്പോസൽ ഇയാൻ പലതവണ നിരസിച്ചെങ്കിലും കൊട്ടാരത്തിനുള്ളിലെ രാഷ്ട്രീയ സമ്മർദ്ദങ്ങളും ക്വീൻ മദറിന്റെ പല നീക്കങ്ങളും ശക്തമാവുമ്പോൾ ഈ വിവാഹം ഇയാനും ഒരു ആവശ്യമായി മാറുന്നുണ്ട്. ഹീജുവിന് ഈ വിവാഹം കഴിച്ചാല് അവൾക്ക് ഇത്ര നാളും കിട്ടാതിരുന്ന അധികാരവും സ്ഥാനവും കിട്ടും. ഇയാനെ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു സ്ട്രോങ് പാർട്ട്ണറിനെയും. അവസാനം രണ്ടാളും ഈ കോൺട്രാക്ട് മാരേജുമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. പക്ഷെ ക്വീൻ മദറിന് ഈ ബന്ധം ഒട്ടും ഇഷ്ടമായിരുന്നില്ല. കാരണം അവര് കണ്ടുപിടിക്കുന്ന ഒരാളെ കൊണ്ട് ഇയാനെ കല്യാണം കഴിപ്പിച്ചാൽ മാത്രമേ അവൻ തന്റെ നിയന്ത്രണത്തിൽ നിൽക്കൂ എന്ന് അവര് കരുതിയിരുന്നു. ചെറുപ്പം മുതൽ തന്നെ രാജാവായി ജീവിക്കേണ്ടി വന്നതുകൊണ്ട് ഒരു സാധാരണ കുട്ടിയെ പോലെ ജീവിക്കാനോ പെരുമാറാനോ നമ്മുടെ കുട്ടി രാജാവിന് ഒരിക്കലും അവസരം കിട്ടിയിരുന്നില്ല. പക്ഷെ ഹീജുവിന്റെ കൂടെ ഉണ്ടാവുമ്പോൾ മാത്രമാണ് അവൻ തന്റെ പ്രായത്തിലുള്ള ഒരു കുട്ടിയെ പോലെ ബിഹേവ് ചെയ്യാൻ കഴിഞ്ഞിരുന്നത്. രാജാവ് ഹീജുവായിട്ട് നല്ല കമ്പനിയായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഹീജുവിന്റെ സ്പോർട്സ് കാറില് റൈഡിന് പോകണമെന്ന് രാജാവ് വാശി പിടിക്കുന്നുണ്ട്. വേറെ വഴിയില്ലാണ്ട് ഹീജു സമ്മതിച്ചു. അവർ ഒരുമിച്ച് ഒരു റൈഡിന് പോയി. പക്ഷെ പോണ വഴി കാറിന്റെ ബ്രേക്ക് വർക്ക് ആവാണ്ട് ആക്സിഡന്റ് ആയി. ആ സമയത്ത് സ്വന്തം ജീവൻ പോലും റിസ്ക് ചെയ്തിട്ടാണ് ഇയാൻ രാജാവിനെയും ഹിജുവിനെയും രക്ഷിച്ചത്. അത് സാധാരണ അപകടമല്ലെന്നും ആരോ മനഃപൂർവ്വം ചെയ്തതാണെന്നും ഇയാൻ സംശയിച്ചിരുന്നു. ഈ വിവാഹം ഹീജുവിനെ അപകടത്തിലാക്കുമെന്ന് മനസ്സിലായപ്പോ ഇയാൻ വിവാഹം നിർത്താൻ ശ്രമിക്കുമ്പോഴും ഹീജു അതിന് സമ്മതിച്ചില്ല. എന്തൊക്കെ വന്നാലും അതൊക്കെ നേരിടാൻ ഹീജു റെഡിയായിരുന്നു. ഇതുവരെ ഒരു കോൺട്രാക്ട് പോലെ തുടങ്ങിയിരുന്ന അവരുടെ റിലേഷൻഷിപ്പ് പതിയെ മാറാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ സംഭവങ്ങൾക്ക് ശേഷം ഇയാനും ഹീജുവും തമ്മിലുള്ള ബോണ്ട് കുറച്ചുകൂടി ഡീപ്പ് ആവാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് എതിർപ്പുകളും പ്രശ്നങ്ങളും കടന്നുപോയ ശേഷമാണ് ഒടുവിൽ അവരുടെ കല്യാണ ദിവസം എത്തുന്നത്.
പക്ഷേ പുറത്തുനിന്നെല്ലാം പെർഫെക്റ്റായി തോന്നിയ ആ ചടങ്ങിന്റെ പിന്നിൽ പോലും കൊട്ടാരത്തിനുള്ളിലെ ചതികൾ അവസാനിച്ചിട്ടുണ്ടായിരുന്നില്ല. ചടങ്ങുകൾ നടക്കുന്നതിന്റെ ഇടയ്ക്ക് ഇയാനെ ടാർഗറ്റ് ചെയ്ത് വെച്ചിരുന്ന വിഷം കലർന്ന വൈൻ അബദ്ധത്തില് ഹീജു ആണ് കുടിക്കുന്നത്. അവൾ അവിടെ മയങ്ങി വീണു. ഇയാൻ ഹീജുവിനെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും അവളുടെ അവസ്ഥ വളരെ മോശമായിരുന്നു. ഹീജുവിന്റെ ഈ അവസ്ഥ കണ്ടിട്ട് ഇയാന് സഹിക്കുന്നുണ്ടായിരുന്നില്ല. ഹീജു അവസാനം സേഫായി എന്ന് ഉറപ്പായപ്പോ ഇയാന് സ്വന്തം ജീവൻ തിരിച്ചു കിട്ടിയതുപോലെയായിരുന്നു. അവരുടെ റിലേഷൻഷിപ്പിന് പഴയതുപോലെ തുടരാൻ കഴിയാത്ത രീതിയിൽ മാറിയിട്ടുണ്ടായിരുന്നു. അവരത്രയധികം തമ്മിൽ സ്നേഹിക്കുന്നുണ്ടായിരുന്നു. കൊട്ടാരത്തില് കർശനമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടായിരുന്നു ഇതിനു പിന്നിൽ ആരാണെന്ന് കണ്ടുപിടിക്കാനായിട്ട്. അന്വേഷണത്തിൽ ഇത് ഇയാനെ കൊല്ലാൻ വേണ്ടി ചെയ്തതാണെന്ന് മനസ്സിലാവുന്നുണ്ട്. ഇയാനും ഹീജുവും ആദ്യമായിട്ട് ഒഫീഷ്യലായി റോയൽ കപ്പിൾ എന്ന നിലയിൽ പബ്ലിക് അപ്പിയറൻസ് നടത്തിയിരുന്നു. രണ്ടുപേരും ആദ്യമായി കണ്ടുമുട്ടിയ റോയൽ സ്കൂള് അവരെ വിസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ കല്യാണം ഒരു കോൺട്രാക്ട് മാരേജ് ആണെന്ന വാർത്ത മീഡിയയിൽ ലീക്ക് ആയിട്ടുണ്ടായിരുന്നു. കുറച്ചു നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ റിപ്പോർട്ടേഴ്സ് സ്കൂള് വളഞ്ഞിട്ടുണ്ടായിരുന്നു. മീഡിയ പ്രഷർ കൂടുകയും രാജ്യമൊട്ടാകെ റൂമേഴ്സ് പടരുകയും ചെയ്യുന്നു. പാലസ് മുഴുവൻ റിപ്പോർട്ടേഴ്സ് സറൗണ്ട് ചെയ്തതോടെ രണ്ടുപേരെയും പ്രൈം മിനിസ്റ്ററിന്റെ ഓഫീസിലേക്ക് കൊണ്ടുപോയി. റോയൽ അക്കാഡമിയിൽ ഹീജുവും ഇയാനും പ്രൈം മിനിസ്റ്റർ മിന്നും ഒരുമിച്ച് പഠിക്കുന്ന കാലം തൊട്ട് പ്രൈം മിനിസ്റ്ററിന് ഹീജുവിനോട് ഫീലിങ്സ് ഉണ്ടായിരുന്നു. ആ കാലം തൊട്ടേ പ്രൈം മിനിസ്റ്റർ ഹീജുവിന്റെ വളരെ ക്ലോസ് ഫ്രണ്ട് ആയതുകൊണ്ട് ഹീജു പറഞ്ഞ് കോൺട്രാക്ട് മാരേജിനെ കുറിച്ചും അവൻ അറിയായിരുന്നു. ഇക്കാര്യം മനസ്സിലാക്കുന്ന ക്വീൻ മദർ പ്രൈം മിനിസ്റ്ററിനെ മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹീജുവിനെ ഇയാന്റെ അടുത്തുനിന്ന് അകറ്റാൻ വേണ്ടിയിട്ട് പ്രൈം മിനിസ്റ്റർ മിന്നാണ് കോൺട്രാക്ട് ലീക്ക് ചെയ്തത്. ഈ കോൺട്രാക്ട് ലീക്ക് ആയതിനു ശേഷം ക്വീൻ മദർ എല്ലാ റോയൽ ഫാമിലി മെമ്പേഴ്സിനെയും വിളിച്ചിട്ട് ഒരു മീറ്റിംഗ് നടത്തി. അവിടെ വെച്ച് ഹീജുവിന്റെ ബാക്ക്ഗ്രൗണ്ട് ചോദ്യം ചെയ്ത് അവളെ ഇൻസൾട്ട് ചെയ്തു. ഇത് കേട്ട് ഇയാൻ റിയാക്ട് ചെയ്യാൻ പോകുമ്പോൾ ഹിജു അവനെ തടഞ്ഞു. മീഡിയ പല സ്റ്റോറീസും പറഞ്ഞു പരത്താൻ തുടങ്ങി. കല്യാണ ദിവസം ഹീജു പോയ്സൺഡ് ആയത് അഭിനയമാണെന്ന് പോലും കഥകൾ വന്നു. കൊട്ടാരത്തിൽ ആകെ പ്രശ്നങ്ങളായി. ഹീജുവിന്റെ അച്ഛന്റെ കമ്പനി ഷെയർസിന്റെ വാല്യൂ ഇടിയാനും തുടങ്ങി. എല്ലാം കൂടി എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഹീജു അവളുടെ അച്ഛന്റെ അടുത്ത് സഹായിക്കാൻ കരഞ്ഞു പറഞ്ഞു. ഒരിക്കലും ആരുടെ മുന്നിലും തല കുനിക്കാൻ റെഡി ആവാത്ത ആളായിരുന്നു ഹീജു. പക്ഷെ ഇപ്പോൾ അവൾക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല. ഈ ഒരു മാരേജ് കാരണം പ്രിൻസിന് ജനങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന വിശ്വാസവും കൊട്ടാരത്തിലെ സ്ഥാനവും നഷ്ടപ്പെടരുതെന്ന് അവൾക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ഇയാനെ രക്ഷിക്കാനായിട്ട് ഹീജു ഡിവോഴ്സ് വേണമെന്ന് തീരുമാനിച്ചു. ഇയാൻ എല്ലാം നഷ്ടപ്പെട്ടതുകൊണ്ട് അവൾക്ക് സ്വയം രക്ഷപ്പെടാനാണ് ഈ തീരുമാനം എന്ന പോലെയാണ് അവൾ അവന്റെ മുന്നിൽ ഈ കാര്യങ്ങൾ അവതരിപ്പിച്ചത്. എന്നാലും അവരൊരുമിച്ച് തുടരുന്നത് ഇയാനെ കൂടുതൽ പ്രശ്നങ്ങളിലേക്കും വിമർശനങ്ങളിലേക്കും തള്ളിവിടുമെന്ന് ഹീജുവിന് മനസ്സിലായിരുന്നു. അതുകൊണ്ടാണ് അവൾ മനഃപൂർവ്വം ഇയാനെ വിഷമിപ്പിക്കുന്നത് പോലെ സംസാരിച്ച് ഇയാനെ അകറ്റി നിർത്താൻ ശ്രമിച്ചത്. ഡിവോഴ്സിന് മന്ത്രിസഭയുടെ അംഗീകാരം ആവശ്യമായിരുന്നു. അതുകൊണ്ട് ഒരു കൗൺസിൽ മീറ്റിംഗ് നടത്തിയിട്ട് ഹിജു നേരിട്ട് ഡിവോഴ്സ് വേണമെന്ന് അവരുടെ മുന്നിൽ അറിയിച്ചു. കല്യാണത്തിന് വിഷം നൽകിയ സംഭവം ഉൾപ്പെടെ ഇപ്പോൾ വരുന്ന എല്ലാ ആരോപണങ്ങളുടെയും ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ അവൾ തയ്യാറാണെന്ന് പറഞ്ഞു. റോയൽ ഫാമിലിയിലെ മെമ്പേഴ്സിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ കഴിയില്ല രാജാവിന്റെ ഉത്തരവില്ലാണ്ട്. ഡിവോഴ്സ് ചെയ്ത് അവൾ ആ പദവിയിൽ നിന്ന് മാറുകയാണെങ്കിൽ അവർക്ക് ഈസി ആയിട്ട് അവൾക്കെതിരെ അന്വേഷണം നടത്താലോ. ഇയാനെ രക്ഷിക്കാനായിട്ട് എല്ലാം ഏറ്റെടുക്കാൻ അവൾ തയ്യാറായിരുന്നു. അവിടെ കൗൺസിൽ മീറ്റിംഗ് നടക്കുന്ന സമയത്ത് ഹീജുവിന്റെ സഹോദരൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഒരു പ്രസ് കോൺഫറൻസ് നടത്തുന്നുണ്ടായിരുന്നു. എല്ലാം കൈവശമുള്ള ഹീജു എന്തിനാണ് സ്വയം വിഷം കഴിക്കുന്നത് എന്നാണ് അവൻ ചോദിക്കുന്നത്. ഈ വിവാഹത്തിൽ നിന്ന് ഹീജുവിനോ ഇയാനോ യാതൊരു ലാഭവും ഇല്ല. വിവാഹം കഴിക്കുകയാണെങ്കിൽ ഹീജുവിന് സ്വന്തം കമ്പനിയും സ്വത്തുക്കളും പോലും വിട്ടുകൊടുക്കേണ്ടി വരും. അവര് രണ്ടുപേരും ശരിക്കും തമ്മിൽ സ്നേഹിച്ചിരുന്നതുകൊണ്ട് മാത്രമാണ് കല്യാണം കഴിച്ചതെന്ന് അവൻ പറയുന്നുണ്ട്. 3 വർഷത്തിന് ശേഷം ഡിവോഴ്സ് എന്ന വ്യവസ്ഥ അവൻ തന്നെ നിർദ്ദേശിച്ചതാണെന്നും ഹീജുവിന്റെ ബ്രദർ പറയുന്നുണ്ട്. കൊട്ടാരത്തിൽ ഹീജുവിന് ഭാവിയിൽ എന്തെങ്കിലും അപകടം ഉണ്ടാവാനുള്ള സാധ്യത അവൻ മുന്നിൽ കണ്ടുകൊണ്ടാണ് അങ്ങനൊരു കാര്യം അതിൽ എഴുതി ചേർക്കാനായിട്ട് നിർബന്ധം പിടിച്ചത്. അതുമല്ലാണ്ട് ഈ ഡോക്യുമെന്റ് അവര് ഒഫീഷ്യലായിട്ട് സീൽ ചെയ്യൊന്നും ചെയ്തിട്ടില്ല. അത് ജസ്റ്റ് എഴുതി ഉണ്ടാക്കി എന്ന് മാത്രമേ ഉള്ളൂ എന്നും ഹീജുവിന്റെ ബ്രദർ പറയുന്നുണ്ട്. ഇനി മേലാൽ ഇങ്ങനെ ഇല്ലാത്ത കാര്യങ്ങളൊന്നും പ്രചരിപ്പിക്കരുതെന്ന് ഒരു വാർണിംഗ് കൂടി കൊടുത്തിട്ടാണ് ഹീജുവിന്റെ ബ്രദർ ആ മീറ്റിംഗ് അവസാനിപ്പിക്കുന്നത്. ഇതുവരെ എല്ലാ കാര്യങ്ങളും ഹീജു പ്ലാൻ ചെയ്തതുപോലെ തന്നെയായിരുന്നു നടന്നത്.
ആ സമയത്താണ് കൗൺസിൽ മീറ്റിംഗിലേക്ക് രാജാവിന്റെ ഒരു ഉത്തരവ് എത്തുന്നത്. അവിടെ ഇയാനെ പുതിയ രാജാവായി നിയമിക്കുന്ന പ്രഖ്യാപനം നടന്നു. ഈ തീരുമാനം എല്ലാവർക്കും, പ്രത്യേകിച്ച് ഹീജുവിന് വലിയൊരു ഷോക്കായിരുന്നു. മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഹീജു ഇയാനടുത്ത് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഇയാൻ കേൾക്കാൻ നിൽക്കുന്നില്ല. അവനെ വിശ്വസിച്ചില്ലല്ലോ. ഈ കാര്യങ്ങളൊക്കെ അവനെ കൊണ്ട് പരിഹരിക്കാൻ സാധിക്കുമെന്ന് അവനെ വിശ്വസിക്കാതിരുന്നതില് അവന് നല്ല വിഷമമുണ്ടായിരുന്നു. അവൻ അവളോട് സംസാരിക്കാൻ നിൽക്കാണ്ട് അവിടെ നിന്ന് പോയി. മുന്നത്തെ രാജാവ് മരിച്ച ദിവസം രാജപദവി ഇയാന് കൈമാറാനുള്ള ഓർഡർ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇത് കണ്ട ക്വീൻ മദർ അത് കീറിക്കളഞ്ഞു. അവര് തമ്മിൽ ഇതിനെ പറഞ്ഞ് തർക്കം നടക്കുമ്പോ പുറത്ത് ഇയാനും രാജാവിന്റെ മകനും കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവരിതെല്ലാം കേട്ടിട്ടുണ്ടായിരുന്നു. എല്ലാം അറിഞ്ഞിട്ടും ഇയാൻ അന്ന് ഇതൊന്നും പറഞ്ഞില്ല. രാജാവിന്റെ മകൻ തന്നെയാണ് രാജാവായത്. പക്ഷെ ഇപ്പോഴാണ് ശരിയായ സമയം എന്ന് ഇയാന് തോന്നിയിരുന്നു. അതുകൊണ്ട് കൗൺസിൽ മീറ്റിംഗ് നടക്കുന്നതിന് മുൻപ് ഇയാൻ കുട്ടി രാജാവിനെ പോയി കണ്ട് രാജപദവി തിരികെ വേണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. സത്യാവസ്ഥ അറിയാവുന്ന രാജാവ് ആ ഉത്തരവ് അറിയിച്ചു. കൗൺസിൽ മീറ്റിംഗിന് ശേഷം ഇയാൻ പാലസ് വിട്ടു പോയിരുന്നു. ഒരുപാട് സമയമായിട്ടും ഇയാനെ കുറിച്ച് ഒരു വിവരം ഇല്ലാതായപ്പോ ഹീജു ഇയാന്റെ പ്രൈവറ്റ് റെസിഡൻസിൽ പോയി നോക്കുമ്പോ അവൻ അവിടെ ഉണ്ടായിരുന്നു. അവൾക്ക് അവനെ ഇഷ്ടമാണെന്ന് അവള് കൺഫസ് ചെയ്തു. ഹീജു ചെയ്തത് ഇയാനെ ഒരുപാട് വേദനിപ്പിച്ചു. എങ്കിലും അത് ഇയാനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണെന്ന് അറിയാവുന്നതുകൊണ്ട് അവര് തമ്മിൽ പറഞ്ഞ് കോംപ്രമൈസ് ആവുന്നുണ്ട്. ഇയാനെ ഇല്ലാതാക്കിയിട്ടായാലും എങ്ങനെയും ഹീജുവിനെ അവന്റെ അടുത്തുനിന്ന് പിരിക്കണം എന്ന് പ്രൈം മിനിസ്റ്റർ മിന്നു ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനു വേണ്ടിയിട്ട് ക്വീൻ മദറിന്റെ അച്ഛനുമായിട്ട് പ്രൈം മിനിസ്റ്റർ ഒരുമിച്ചു. കല്യാണ ദിവസം പോയ്സൺ ചെയ്തത് വരെ ക്വീൻ മദറിന്റെ അച്ഛന്റെ പ്ലാൻ ആയിരുന്നു. ക്വീൻ മദർ ഇയാനെ വിളിപ്പിച്ച് രാജപദവി ഏറ്റെടുക്കരുതെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇയാൻ അതിന് സമ്മതിക്കുന്നില്ല. ക്വീൻ മദറിന് പല സ്വപ്നങ്ങളും ഉണ്ടായിരുന്നു. അവൾ ആഗ്രഹിച്ച ഫ്യൂച്ചർ ഇതൊന്നും ആയിരുന്നില്ല. അച്ഛന്റെ അധികാരമോഹം കാരണമാണ് അവൾക്ക് മുന്നത്തെ രാജാവിനെ കല്യാണം കഴിക്കേണ്ടി വന്നത്. സത്യത്തില് സ്കൂളിൽ പഠിക്കുന്ന സമയം തൊട്ടേ ക്വീൻ മദറിന് ഇയാനെ ഇഷ്ടമായിരുന്നു. അവരും കുറെയൊക്കെ പാലസ് പൊളിറ്റിക്സിന്റെ ഉള്ളില് പെട്ടുപോയതാണ്. പിന്നീട് കൗൺസിൽ മീറ്റിംഗിന് പോയ ഇയാൻ കൊട്ടാരത്തിൽ തീപിടുത്തത്തിൽ പെട്ട് കിടക്കുന്നത് കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് 10 അവസാനിക്കുന്നത്.